മാർപ്പാപ്പാനെ കുർബാന നാം പഠിപ്പിക്കാനാണ്. മിമിക്രിയെ നിങ്ങളെവരും വളരെയധികം സ്നേഹിക്കുന്നെന്നറിയാം. നിങ്ങൾക്ക് അവർക്കും വേണ്ടി ചെറിയ ചില നമ്പറുകൾ ഞാനത് ഇറക്കി നോക്കുകയാണ്. ഇറക്കുമോ എന്നറിയില്ല, എങ്കിലും നിങ്ങൾ ക്ഷമിക്കും. നമ്മൾക്ക് സൂര്യ ടി വിയിൽ പണ്ട് അണിയറ എന്ന് പറയുന്നൊരു, അണിയറയല്ല, ക്രൈം ഫയൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ഒത്തിരി സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ആ ക്രൈം ഫയലിലേക്ക് നമുക്കൊക്കെ കടന്നു. മാന്യ പ്രേക്ഷകർക്ക് ക്രൈം ഫയലിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സമകാലിക രാഷ്ട്രീയത്തിന്റെ വെളിച്ചം വീശുന്ന ഈ കഥകളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ ക്രൈം ഫയൽ. പ്രിയമുള്ളവരെ, അന്നും സുപ്രഭാതം പതുപോലെ വെട്ടി വിടർന്നു. പ്രിയമുള്ളവരെ, ആ സുപ്രഭാതത്തിന്റെ അലയോടികൾ അണങ്ങും മുമ്പേ ഞങ്ങൾ ചെന്ന് നിന്നത് ആ ഡ്രാക്കുള കോട്ടയുടെ അതിഭയങ്കരമായ വീടിന്റെ മുറ്റത്താണ്. അവിടെ എത്തിയപ്പോഴാണ് ആ വീട്ടിലെ സംഭവം. അവിടുത്തെ ചിമ്മിക്കുട്ടനെ കാണാനില്ല. നാടും നാട്ടാരും അവിടെ ചിമ്മിക്കുട്ടനെ തെരഞ്ഞു നടന്നു. അതാ അവിടേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാക്കാരും എത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഗാനമേള ചിരിക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളക്കാരും അവിടെ എത്തിയിട്ടുണ്ട്. മേഡം, ജിമ്മിക്കോട്ടിനെ കാണാത്ത ഇവിടെ ഞങ്ങളുടെ പാർട്ടിക്കാരൻ ജിമ്മിക്കോട്ടിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിനൊരുത്തരും ഇവിടെ വെള്ളം കോയണ്ട. ഞാനും എന്റെ മോൻ മൊല്ലീറ്റനും പിന്നെ എന്റെ മോള് പപ്പിക്കുട്ടി, ഞങ്ങളെല്ലാം ചേർന്ന് പ്രിയപ്പെട്ട മോളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ശക്തവുമായി പറയുകയാണെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരനാ. അല്ല, അച്ചുമാവിന് എന്ത് പറഞ്ഞത്, എന്ത് പ്രശ്നം ഉണ്ടായാലും 3 വർഷം തേച്ച് പഠിക്കാതെ പ്രിയപ്പെട്ടു നിങ്ങൾ എന്തിനെ പറയുന്നത്? ചിമ്മിക്കുട്ടൻ കാണാതെ ചിമ്മിക്കുട്ടൻ നമ്മുടെ പാർട്ടിക്കാരനാ. നമ്മൾ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. നിങ്ങളെന്തോ അതിവേഗം ബഹുദൂരം പോകുന്ന ഈ സർക്കാരിനെ ഇട്ട് പിന്നോട്ട് തള്ളുവാനായി എന്താ അന്തണി നിങ്ങളെന്തുവായി കാണിക്കുന്നത്? അയ്യോ, അല്ല, ഇത് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാര് ഞങ്ങൾ സിനിമാക്കാര് പോകുന്നിടത്തെല്ലാം വലിഞ്ഞു കയറി വരുമല്ലേ? ഞങ്ങളത് സ്വസ്ഥമായിട്ട് ആ ചിമ്മിക്കുട്ടനെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റായ ശ്രീസ്വട്ട നമ്മുടെ ഇൻഡസ്ട്രി തിയേറ്ററുമായിട്ടാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീമാൻ മധു വരെയുണ്ട് ഞങ്ങളുടെ കൂടെ. അതിന്റെ ഇടയിൽ നീയൊക്കെ കടന്ന് കളിച്ചാൽ അതിമോഹമാണ് മോനെ ദിനേശ. സവാരി ഗിരി ദിനേശ. ചാന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. കാരണം ഇപ്പൊ ലാല് പറഞ്ഞേരൂട്ടെ, ഞങ്ങള് സിനിമാക്കാരുള്ളിടത്തെ രാഷ്ട്രീയക്കാർ കയറി കളിക്കാനൊന്നും വരണ്ട. ചന്തുവിനെ ഇപ്പൊ തോപ്പിക്കാനാവില്ല മക്കളെ. കാരണം ചന്തു തോറ്റ ഒരിക്കലല്ല, പലപ്പോഴും. പക്ഷെ ഇപ്പോ ചന്തുവിനെ തോപ്പിക്കാനാവില്ല. കാരണം ചന്തു ഇപ്പോ കരാട്ടെ പഠിക്കുന്നുണ്ട്, കൂടാതെ കോംപ്ലാനാ കഴിക്കുന്നത്. ഐ എം എ കോംപ്ലാൻ ബോയ്. ആരുടെ എവിടെ കിടന്ന് വേണം ഉണ്ടാക്കുന്നേ? കറുത്തമ്മ, നീ ലേഡി നമ്മുടെ ജിമ്മിക്കൂട്ടനെ കാണാതെ പോയപ്പോൾ ആരുടെ ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കുന്നേ? ആ പട്ടി മാറിയിട്. എന്റെ കൊച്ചു മുതലാളി ഉണ്ടെങ്കിൽ നമ്മളുടെ ചിമ്മിക്കുട്ടനെ ആരും തട്ടിക്കൊണ്ടു പോവില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അവിടത്തെ കഥ അമ്മയുടെ പ്രസിഡന്റ് ശ്രീമാൻ ഇന്നസെന്റ് കടന്നു വരുന്നു. അല്ല, ആരാണ് ഇവിടൊക്കെ വന്നിരിക്കുന്നത്? നിങ്ങൾ യുവജനങ്ങളെല്ലാരും ഉണ്ടല്ലോ. അല്ല, ചിമ്മിക്കുട്ടിനെ കാണാതില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നാണോ? തമ്പിയാളിയോ ഇവിടെ കിടന്നെ പേടിപ്പിക്കല്ലേ പോയി. ഇവിടെ പ്രിയമുള്ളവരെ, ആ സിനിമാ നടന്മാരുടെ അവിടെ നിന്ന് അവരുടെ അടിയും ബഹളവും കേൾക്കുവാൻ വയ്യാതെ ഞങ്ങൾ കടന്നുപോയത് തൊട്ടടുത്ത് നടക്കുന്ന ഒരു ഗാനമേള. ചിരിക്കുട്ടന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗാനമേള അരങ്ങേറുകയാണ്. സന്ധ്യേ കണ്ണീരിൽ സന്ധ്യേ
അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കന വേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്നൂവൽ വീശി നിന്നു. അമ്പിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിപ്പൂങ്കുയില നീ പാടി, തുള്ളിത്തുലതുള്ളും തുള്ളാരക്കാട്ടിൽ മാനാമറി മാനാമാടി. ചില്ലല്ല ചില്ലല്ല തുക്കല കടത്തില്ലല്ല, ചില്ലല്ല ചില്ലല്ല സുന്ദര കടത്തില്ലല്ലേ. അല്ല എടോ സുരേഷ്, നീ എന്തിനാ ഈ പാടുന്നിടത്തെല്ലാം പോയി പാട്ട് വെക്കുന്നേ? ഹായ് ജാസി ബിറ്റോ അല്ലെങ്കിൽ MG ശ്രീമാർ അവരൊക്കെ പാടി നല്ലതായിട്ട് കളിക്കട്ടെ, നീ എന്തിനാ അതിനിടെ കയറി കളിക്കുന്നത്? ആ മണ്ടിപ്പെണ്ണെ, ആ കൊച്ചുകള്ളി, ഞാൻ അവിടെ ഇരുന്ന് വളരെ വാർത്ത കേട്ടു, ആ ചിമ്മിക്കുട്ടനെ കാണാനില്ലെന്ന്. ആ പിഷു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചിമ്മിക്കുട്ടനൊക്കെ ഒന്നും പറ്റില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമ്മുടെ ജയനൊക്കെ ഉണ്ടല്ലോ, ജയന്റെ ഹെലികോപ്റ്ററിന്റെ ടയർ രണ്ടും പഞ്ചറായി പോയി. എങ്കിലും ഹലോ, ഞങ്ങളെല്ലാരും കൂടെ അവിടെ കടന്നു വരാം. ദാസാ, പണ്ട് നമ്മൾ അമേരിക്കയിൽ പോയി വളരെ കണ്ടുപിടിച്ച ഒത്തിരി കാര്യമുണ്ടല്ലോ, അതുപോലെ നമുക്കിവിടെ ബുദ്ധി പ്രയോഗിച്ചാലോ? എടാ, നീ ഒന്നും ഇവിടെ ബുദ്ധി പ്രയോഗിക്കണ്ട. ജിമ്മിക്കുട്ടനെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ പോകാം. ജിമ്മിക്കുട്ടനെ കണ്ടുപിടിക്കാൻ അവിടെ ചെന്ന് വേണമെങ്കിൽ 1-2 പുല്ല് ഷീറ്റ് തോക്കും കാട്ടി ഒന്ന് മുണ്ടയും വിട്ട് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവര് ജിമ്മിക്കുട്ടനെ തരുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയി കൊണ്ടുവരാം. പ്രിയമുള്ളവരെ, ഈ സമയത്തായിരുന്നു ആ ഡ്രാക്കുള കോട്ടയുടെ കൊട്ടാരവാതിൽ പരക്കെ തുറന്ന് ഗ്രഹനാഥൻ കടന്നു വരുന്നത്. അണ്ണ എന്തിന് രാവിലെ കിടന്ന് എന്തിന് പൊളപ്പ്? ഇന്ന് ഏപ്രിൽ പൂളായിക്കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ കിടന്നല്ല എന്തിന് പൊളക്കണേ? അണ്ണ അല്ല, ഇപ്പൊ എന്റെ പെണ്ണുമ്പിള്ള വിളിച്ച് പറഞ്ഞപ്പോഴേ വേറെ അറിയണേ. കള്ള എന്തിന് എന്റെ വീടിന്റെ ഫോട്ടോ നിങ്ങൾ എന്തിന് പത്രത്തിൽ ഇട്ടിരിക്കുന്നേ? അണ്ണ അത് നിങ്ങളുടെ ജിമ്മിക്കൂട്ടനെ കാണാതായെന്ന് അറിഞ്ഞുകൊണ്ട് TV-യിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ. അണ്ണ തന്നെ ഞങ്ങളുടെ ജിമ്മിക്കുട്ടൻ കാണാതായി തന്നെ. അതിന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ. അണ്ണ വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ ഫോട്ടോ ആരെങ്കിലും എടുത്ത് വെക്കും അണ്ണേ. താങ്ക് യു.